അഖിൽമാരാരുടെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. മാരാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രീ പാർട്ടം ഡിപ്രഷൻ എന്നോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നോ ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിവരക്കേട് പറയില്ലായിരുന്നല്ലോ. ഒരു പെൺകുട്ടി അമ്മയാകാൻ പോകുന്നതിൻ്റെ ആത്മനിർവൃതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സ്ത്രീയുടെ ശരീരത്തിൽ ആ സമയത്തുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചോ അവൾക്ക് ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒരു അറിവുമില്ല എന്നാണ് അർത്ഥം. സയൻസ് ഇത്രയും വളർന്ന ഈ കാലത്ത് നിന്നുകൊണ്ട് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത്? പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അമ്മയാകാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം പറയണമെങ്കിൽ നിങ്ങളൊന്ന് ചുറ്റും നോക്കി നോക്കണം. നിങ്ങളുടെ ചുറ്റും എത്രയോ സിംഗിൾ മദേഴ്സ് നിങ്ങൾക്ക് കാണാം. അച്ഛൻ മരിച്ചുകൊണ്ടല്ല അവരൊക്കെ സിംഗിളായത്, മറിച്ച് ആരൊക്കെയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറി ഇട്ടിട്ട് പോയതുകൊണ്ടാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ ഉത്തരവാദിത്തമാണ്. പക്ഷെ പലപ്പോഴും കുഞ്ഞിനെ നോക്കുന്നതും തൻ്റെ കരിയറും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നതും പെണ്ണിൻ്റെ മാത്രം ബാധ്യതയായി മാറുന്നു. തന്നെപ്പോലെ ചിന്തിക്കുന്ന, തൻ്റെ വേദനകളെ നികൃഷ്ടമെന്ന് വിളിക്കുന്ന ഒരാളാണോ തൻ്റെ ഭർത്താവായി വരിക എന്ന പേടി കൊണ്ടാണ് ഇന്ന് പല പെൺകുട്ടികളും വിവാഹത്തിന് പോലും മടിക്കുന്നത്. അത് അവരുടെ തിരിച്ചറിവാണ്, അല്ലാതെ സംസ്കാരശൂന്യതയല്ല. ഇനി നിങ്ങൾ പറഞ്ഞ നബീസുമയുടെ കഥ, 10 പ്രസവിച്ചിട്ടും അരി ആട്ടി വെച്ചിട്ട് പോയ കഥ പറഞ്ഞ് പേടി മാറ്റാൻ ശ്രമിക്കുന്നത് പണ്ടത്തെ കാലത്തായിരുന്നു. ആ കാലത്ത് പ്രസവരക്ഷ കിട്ടാതെയും കൃത്യമായ ചികിത്സ കിട്ടാതെയും എത്ര സ്ത്രീകൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ ശരീരവും ഓരോ പ്രസവവും വ്യത്യസ്തമാണ്. ഒരാൾക്ക് സിമ്പിളായത് മറ്റൊരാൾക്ക് അങ്ങനെയല്ല. ഭയം വന്നാൽ അത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് ശരിയാണ്. പക്ഷേ ആ ഭയം മാറ്റേണ്ടതും ആ പ്രശ്നങ്ങൾ മാറ്റേണ്ടതും പ്രൊഫഷണൽ കൗൺസിലിങ്ങിലൂടെയും മെഡിക്കൽ കെയറിലൂടെയുമാണ്. അല്ലാതെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല. പ്രസവം ഒരു ബിസിനസ്സായി കാണുന്ന ആശുപത്രികൾ ഉണ്ടാകാം. പക്ഷേ സങ്കീർണമായ പ്രസവങ്ങളിൽ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നത് ഇതേ സയൻസാണ്. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയോട് എനിക്ക് വേദന തോന്നുന്നത് മാതൃത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങൾ അവരെ ദൈവമായിട്ടൊന്നും കാണണ്ട. കുറച്ച് കമ്പാഷൻ, കൃത്യമായ ചികിത്സ, കുറച്ച് പിന്തുണ, ഇതൊക്കെ കൊടുത്താൽ മതി. നിങ്ങളുടെ ഈ പോസ്റ്റ് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പ്രസവത്തിൻ്റെ മഹത്വമല്ല, മറിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ അവകാശവും അവളുടെ ആരോഗ്യവുമാണ്.